നമസ്കാരം. അർഹതയുള്ള മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞ് 7 തവണ എംപിയായ ബി.ജെ.പി. നേതാവ് ഭർതൃഹരി മഹ്താബിനെ ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുത്തതിൽ പ്രതിപക്ഷത്തിന് കടുത്ത പ്രതിഷേധം. പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്ന കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന് താൽപര്യമില്ല എന്നതിന്റെ സൂചനയാണിതെന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ സൂചിപ്പിച്ചു. 8ാം തവണ എംപിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് പ്രോടേം സ്പീക്കറാവും എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പിനും ഭർതൃഹരി മേൽനോട്ടം വഹിക്കും. നിലവിൽ ലോക്സഭയിലെ മുതിർന്ന അംഗവും 8 തവണ എംപിയുമായ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2019 ബി.ജെ.പിയുടെ വീരേന്ദർ കുമാർ ആയിരുന്നു പ്രോടേം സ്പീക്കർ. 8 തവണ എംപിയായ വീരേന്ദർ കുമാർ കേന്ദ്രമന്ത്രിയായതോടെ കൊടിക്കുന്നിൽ പ്രോടേം സ്പീക്കറാകും എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഭർതൃഹരി മഹ്താബിനെ പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുക്കുകയായിരുന്നു. മുൻ ബി.ജെ.ഡി. നേതാവായ മഹ്താബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഹരേകൃഷ്ണ മഹ്താബിന്റെ മകനായ ഭർതൃഹരി മഹ്താബ് 1998 മുതൽ ഒഡീഷയിലെ കട്ടക് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജൂൺ 24-ന് ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും 26-ന് സ്പീക്കർ തിരഞ്ഞെടുപ്പിനും മഹ്താബ് മേൽനോട്ടം വഹിക്കും. മഹ്താബിനെ സഹായിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ്, DMK-യുടെ TR ബാലു, ബി.ജെ.പിയുടെ രാധാമോഹൻ സിംഗ്, ഫഗൻ സിംഗ് കുലസ്തെ, തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ധോപാധ്യായ എന്നിവരെ തിരഞ്ഞെടുത്തുവെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. അർഹതയുള്ള മുതിർന്ന നേതാവായ കൊടിക്കുന്നിലിനെ പ്രോടേം സ്പീക്കർ ആക്കാതിരുന്നതിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു. കേന്ദ്ര സർക്കാർ കീഴ്വഴക്കം ലംഘിച്ചതായും 2014-ൽ പോലും കോൺഗ്രസിന്റെ മുതിർന്ന MP കമൽനാഥിനെ പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുത്തിരുന്നുവെന്നും കൊടിക്കുന്നിൽ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ് 18ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 6 തവണ ബി.ജെ.ഡി. ടിക്കറ്റിൽ കട്ടക്കിൽ നിന്ന് വിജയിച്ച ഭർതൃഹരി മഹ്താബ് ഇത്തവണ ബി.ജെ.പി. ടിക്കറ്റിലാണ് ഇതേ സീറ്റിൽ നിന്ന് വിജയിച്ചത്. അതേസമയം തുടർച്ചയായുള്ള ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ പരിഹസിച്ചു. ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തെ വലിയ പ്രശ്നമാണെന്ന് ഭാരത് ജോഡോ യാത്രാവേളയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ തന്നോട് പരാതിപ്പെട്ടിരുന്നു. നീറ്റ് UGC നെറ്റ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോർന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലും ഗാസയും തമ്മിലുള്ള സംഘർഷം തീർക്കാനും നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ ഇന്ത്യയിലെ ചോദ്യപേപ്പർ ചോർച്ച തടയണമെന്ന് ആഗ്രഹിക്കാനോ മോദിക്ക് സാധിക്കുന്നില്ല. ഇത്തരം സംഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അപകടത്തിലാകുന്നതെന്ന് രാഹുൽ പറഞ്ഞു. വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബി.ജെ.പിയുടെ മാതൃസംഘടനയുടെ സ്വാധീനമാണ് പ്രശ്നങ്ങളുടെ കാരണം. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ ആവർത്തിക്കും. മോദിയാണ് ഇതിന് സൗകര്യമൊരുക്കുന്നത്. ഇത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ്. ഈ സംഘടനയും ബി.ജെ.പിയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നുഴഞ്ഞു കയറുകയും നശിപ്പിക്കുകയുമാണ്. നോട്ട് നിരോധനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ മോദി നശിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തെയും മോശമാക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. 11.21 ലക്ഷം പേരെഴുതിയ കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷ UGC നെറ്റ് ചോദ്യങ്ങൾ ചോർന്നു എന്ന സംശയത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. നീറ്റ് UG പരീക്ഷയിലെ വിവാദങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായ ദേശീയ പരീക്ഷാ ഏജൻസിയാണ് UGC നെറ്റ് പരീക്ഷയും നടത്തിയത്. ഈ മാസം തന്നെ NTA-ക്ക് റദ്ദാക്കേണ്ടി വന്ന രണ്ടാമത്തെ പരീക്ഷയാണിത്. 4 വർഷ B.Ed പ്രോഗ്രാമിലേക്ക് ജൂൺ 12-ന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു.